ഈ വലിയ വിവാദമാണല്ലോ, കറുപ്പാണോ വെളുപ്പാണോ, സത്യഭാമയാണോ RLV രാമകൃഷ്ണനാണോ ശരി? ഇതൊക്കെ ഈ ഒരു സബ്ജക്റ്റീവാണ് ഇത്തരം കാര്യങ്ങൾ. കറുപ്പിനെ ഇഷ്ടപ്പെടുക, വെളുപ്പിനെ ഇഷ്ടപ്പെടുക, ഇതൊക്കെ ഓരോ മനുഷ്യരുടെ മനസ്സിലെ സംഭവങ്ങളാണ്. അതിനൊരു സ്റ്റാൻഡേർഡ് വയ്ക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സത്യഭാമ അവരുടെ അഭിപ്രായം പറയുന്നു, അവർക്ക് വെളുത്തവരെയാണ് ഇഷ്ടം. അവർ ആ വേണ്ടാത്ത ഭാഷയും സംഗതിയും ഒരു പ്രത്യേക ആളിന് ആണെന്ന് ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിലുള്ള വർത്തമാനവും ഒക്കെ ഒഴിവാക്കിയാൽ നന്നായിരുന്നു. അത് മോശമായിപ്പോയി, അത് ചെയ്യരുത്. പൊതുവെ വെളുപ്പിനെ അവർ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടെത്താം. കറുപ്പിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. കറുത്തവരെ കല്യാണം കഴിക്കണം എന്ന് എല്ലാവരുടെ ഉള്ളിലൊരു സത്യഭാമയില്ലേ? ഉണ്ടാവാം, ഭൂരിപക്ഷം പേരുടെയും. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ മോന്ത വെളുക്കാനുള്ള ക്രീം ഏറ്റവും അധികം ചിലവാകുന്നത് ഇന്ത്യയിലാണ്. എന്തുകൊണ്ടാണ്? ഒരുപാട് പേർക്ക് തങ്ങളുടെ മുഖം വെളുത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അതിനുവേണ്ടി മറ്റേ പ്ലാസ്റ്റിക് സർജറി ഇതൊക്കെ ചെയ്യുന്നവരൊക്കെയാണ്. കുറേയൊക്കെ അവർക്ക് മുഖമൊക്കെ വെളുപ്പിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ മുഖം വെളുക്കാൻ ഈ വെയിലത്ത് പോകുമ്പോൾ പുരട്ടുന്ന ക്രീം, അത് പിന്നെ എല്ലാവരും സൺ ലോഷൻ അല്ല, സൺസ്ക്രീൻ, അത് മുഖകാന്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് ഇത് കറുത്തു പോകും. അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഒരു ക്രീമുണ്ടാകും. ഇതൊക്കെ ചെയ്യുന്നവർ ചെയ്യുന്നു, ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ ഈ ക്രീമെല്ലാം ചിലവാകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? കുറേ അധികം പേർക്കെങ്കിലും ഒരുപക്ഷെ ഭൂരിപക്ഷം പേർക്കും വെളുപ്പാണ് ഇഷ്ടം. വെളുപ്പിന് ഒരു ഇൻഹറൻ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനൊരു തെറ്റായിട്ട് പറയില്ല. ഇപ്പോൾ ഈ വാചകം വിളിക്കുന്ന TV ഇവരൊക്കെ ഉണ്ടല്ലോ, എത്ര കറുത്തവരുണ്ട് സുനിൽ? കറുത്ത ആങ്കർ ഒരാളിൻ്റെ പേര് പറഞ്ഞു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ഈ ചോദ്യം വേറെ ചർച്ചയിൽ ചോദിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു ജനൻ TV-യിലുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാതൃഭൂമിയിൽ ഇടയ്ക്ക് ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് കുറവ്? കാരണം ഒരു ലൈറ്റ് മുഖത്തടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വെള്ള പ്രതലത്തിലാണ്. മുഖമായാലും പ്ലേറ്റ് ആയാലും എന്താണെങ്കിലും കറുത്തതിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ക്യാമറാമാൻമാർ വിഷമിക്കും ഈ മനുഷ്യൻ്റെ മുഖമൊന്ന് പുറത്തു വരാൻ. ഇത് ഞാൻ ഇടക്കാലത്ത് TV ഡിബേറ്റ്സിന് നിരന്തരം പൊക്കോണ്ടിരുന്ന കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ മുഖം കാണും പാനൽ, എൻ്റെ കാണില്ല. ഒരാളവിടെ ഇരിപ്പുണ്ട്, ഒരു നിഴൽ പോലെ. എല്ലാവരെയും കാണാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണാൻ പറ്റില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു VIP ആണ്, എന്നെ പോലെ അല്ല. ഈ ക്യാമറാമാൻ ആഞ്ഞ് കിടന്ന ആംഗിൾ ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് എന്ത് ചെയ്താലും തിരുവഞ്ചൂരിനെ കാണില്ല. പിന്നെ പുള്ളി തുറക്കുമ്പോൾ പുള്ളിയുടെ പല്ല് വെളുത്തതായതുകൊണ്ട് അത് കാണും. അതിലും കുറച്ചുകൂടെ ഭീകരവും ആയിരിക്കും. ആനത്തലവട്ട ആനന്ദൻ, എൻ്റെ ദൈവമേ, ക്യാമറാമാൻ്റെ ബുദ്ധിമുട്ട് കാണും. ലൈറ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ഇങ്ങോട്ട്. പുള്ളി പിന്നെ ഡോൺ കെയറാണ്. തിരുവഞ്ചൂരും അങ്ങനെയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യടോ, ഇത് എന്തെന്ന് ഇതിനെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. അവർക്ക് പ്രശ്നമില്ല, അവരുടെ മുഖം എങ്ങനെ കണ്ടുകഴിഞ്ഞാൽ. പക്ഷേ ക്യാമറ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുത്ത ആളിൻ്റെ മുഖം കാണണ്ടേ? പക്ഷെ അത് സൗകര്യത്തിൽ ഈ 3 പേരുടെ, ഒന്ന് എൻ്റെ സ്വയം, വേറൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മൂന്നാമത്തത് ആനത്തലവട്ട ആനന്ദൻ. ഇതൊന്നും കാണില്ല. അത് ടെക്നിക്കൽ സൈഡിൽ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, സൗന്ദര്യം നോക്കി ചെയ്യുന്നതല്ലേ? സൗന്ദര്യം ഇതൊന്നുമല്ല. കറുത്ത ആളിൻ്റെ മുഖം ക്യാമറയിൽ വരാൻ പ്രയാസമാണ്. വെറുതെ മൊബൈൽ ക്ലിക്ക് എടുത്ത് നോക്ക്. 3 വെളുത്ത മനുഷ്യരെയും ഒരു കറുത്ത ആളിനെയും നിർത്തിയിട്ട് മൊബൈൽ ക്ലിക്ക് ചെയ്തു. ഈ വെളുത്തവരുടെ 3 പേരുടെ 2 പേരുടെ കറക്റ്റായിട്ട് അവരാണെന്ന് മനസ്സിലാവും. ഇയാളെ ഒരു നിഴൽ പോലെ കാണും. കുറച്ച് വേർത്തും ഒക്കെയാണ് ഇരിക്കുന്നത് പറയുകയും വേണം. പക്ഷെ അതല്ല. അപ്പോൾ ഇവർക്ക്, ഞാൻ പറയുന്നത്, വെളുത്ത ആളുകൾക്ക് ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് TV-യിലും സിനിമയിലും എല്ലാം കിട്ടുന്നു. എന്നാൽ സിനിമയിൽ കറുത്തവരില്ലേ? ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കറുത്തവർക്ക് അത്ര പ്രശ്നമില്ല സിനിമയിൽ. അവളപ്പടിയൊന്നും കളറില്ലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വരെയുണ്ട് സിനിമയിൽ. അപ്പോൾ അതൊക്കെ എന്നാ പ്രശ്നമെന്ന് അവർ ചോദിക്കും. മലയാളികൾ വേറൊരു സ്റ്റൈലാണ്. അത് മലയാളികൾ തമിഴന്മാരുടെ പുറകിലായതുകൊണ്ടല്ല, ടേസ്റ്റ് വേറെയാണ്. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഗോരാ രംഗ്, അവരങ്ങനെ ഗോരാ രംഗ് പേന ഇത്തന ഗുമാനക്കർ എന്ന് പറഞ്ഞിട്ട് രാജേഷ് ഖന്ന അഭിനയിക്കുന്നൊരു പാട്ടുണ്ട് കിഷോർ കുമാറിൻ്റെ. നീ വെളുത്തിരിക്കുകയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ അഹങ്കരിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്.
അപ്പോൾ വെണ്ണിലാവുമായിട്ട് താരതമ്യം ചെയ്യുന്ന മുഖമുണ്ട്. അത് കറുത്തതല്ല, കറുത്ത വാവിനെ കാണിച്ചില്ലല്ലോ വെണ്ണിലാവ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഈ വെള്ളയ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഗോതമ്പിൻ്റെ നിറം, സ്വർണത്തിൻ്റെ നിറം എന്നൊക്കെ പറയാം. ഇതിനൊരു നാച്ചുറൽ അഡ്വാൻറ്റേജ് മീഡിയയിൽ സിനിമയിലും ഒക്കെ കിട്ടുന്നു. നിക്ക് പൊക്കം കൂടിയൊരു മനുഷ്യൻ, അയാൾക്ക് ബാസ്ക്കറ്റ് ബോളിൽ അഡ്വാൻറ്റേജ് കിട്ടും, നാച്ചുറൽ അഡ്വാൻറ്റേജ്. വോളിബോളിൽ നാച്ചുറൽ അഡ്വാൻറ്റേജ് കിട്ടുന്നു പൊക്കം കൂടിയ മനുഷ്യർക്ക്. ഓട്ടത്തിലും പൊക്കം കൂടിയവർക്ക് കിട്ടും. ഞാനിത് പണ്ട് ഈ സയൻസ് ടുഡേ എന്ന് പറഞ്ഞിട്ട് മാഗസിൻ ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു ശാസ്ത്രജ്ഞൻ അതിലെഴുതിയിരുന്നു, ഈ യൂറോപ്യന്മാരും ഏഷ്യക്കാരും തമ്മിലുള്ള ഓട്ട മത്സരം ഇത് ശരിയല്ല, ഇത് അൺബാലൻസ്ഡ് ആണ്. കാരണം യൂറോപ്യന്മാരുടെ കാലിന് നീളം കൂടുതലാണ്, അവരുടെ ഒരു കുതിക്കലാണ് ഈ ഓട്ടം. ആ ഫസ്റ്റ് ജമ്പ് തന്നെ ഇന്ത്യക്കാരൻ 4 തവണ ഓടിയാലേ അത്രയും ദൂരെ എത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യരുത്. ഇവരുടെ ശരീരപ്രകൃതി, ഇവർ ചെറിയ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓട്ട മത്സരത്തിൽ ജപ്പാനോ കൊറിയയോ ഒന്നും ജയിച്ചിട്ടില്ല. ഈ ജീവിതകാലം അവർ ജയിക്കാനും പോകുന്നില്ല. ചൈനക്കാരൻ ജയിക്കില്ല. ഇന്ത്യക്കാരൻ മിൽഖാ സിംഗ് തന്നെ, അതാ സിഖുകാരുടെ നീളം കൊണ്ടാണ് മിൽഖാ സിംഗ് പോലും 4ാം സ്ഥാനത്താണ് എത്തിയത്. അതേസമയം ആഫ്രിക്കൻസ് രാക്ഷസന്മാരെ പോലെ നീളവും തടിയും ഒക്കെയുള്ള നമ്മളുടെ ഒറിജിനൽ മറ്റേ എംബാപ്പെ ഉണ്ടല്ലോ, എന്നെ കുറേ ആൾക്കാർ ചെയ്തു, ഇതുപോലെയൊക്കെയുള്ള ഫിഗേഴ്സ് അവർ ഓട്ടത്തിൽ നമ്പർ 1 ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് അവർക്ക് ഫുട്ബോളിലും കിട്ടുന്നുണ്ട്. സുനിലിനൊരു കാര്യം അറിയാമോ, ഇന്ത്യയിലെ 100 മീറ്റേഴ്സ് ഡാഷ് അതിൽ 1ാം സ്ഥാനം കിട്ടിയ ആളിനേക്കാൾ സ്പീഡിൽ ഓസ്ട്രേലിയയുടെ ഹോക്കി ക്യാപ്റ്റൻ ഓടും. ആലോചിച്ച് നോക്ക് ഓസ്ട്രേലിയക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എത്രയാണെന്ന്. അങ്ങനെയാണ് ഹോക്കിയിൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അപ്രമാദിത്വം നഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ സ്റ്റിക്ക് വർക്ക് എന്നുള്ളതിൽ നിന്ന് നിയമം മെല്ലെ മാറ്റി യൂറോപ്യൻസ് അത് പവർ ഗെയിമാക്കി മാറ്റി. പവർ ഗെയിമായപ്പോൾ ഈ ഓടുന്നതിൻ്റെ സ്പീഡ്, മസിൽ പവർ ഇതൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ ജർമ്മനി, ഓസ്ട്രേലിയ ഇവരൊക്കെ കയറി വന്നു. നമ്മൾ പാകിസ്ഥാന് കയ്യിൽ നിന്ന് പോയി. അല്ലെങ്കിൽ എല്ലാ വർഷവും ഒളിമ്പിക്സിൽ മറ്റെല്ലാം പോയി കഴിഞ്ഞാൽ ഹോക്കി ഒരു സ്വർണ്ണ മെഡൽ എനിക്ക് ഓർമ്മയുണ്ട്. RK ലക്ഷ്മൺ കാർട്ടൂൺ വരച്ചിരുന്നു. ഒരു കമ്പിൽ ഒരു സ്വർണ്ണം ഇത് തൂക്കിയിട്ട് 2 ഹോക്കിക്കാർ ഒളിമ്പിക്സിൽ നിന്ന് വരുന്നു. ആകെ കിട്ടിയത് ഇതാണ്, വേർത്ത് കുളിച്ചൊക്കെ ഇങ്ങനെ വരുന്നൊരു കാർട്ടൂൺ. ഇന്ത്യക്ക് അത് ഇപ്പോൾ അതുമില്ല ആ രീതിയിൽ. ഏതായാലും ഈ ഒരു ഫാക്റ്റ് നിലനിൽക്കുന്നു. ഫിസിക്കലി നിങ്ങളുടെ സ്ട്രക്ചർ സ്പോർട്സിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആകുന്നു. നിങ്ങളുടെ കളർ ഓഫ് ദ സ്കിൻ, ആ കളർ ഓഫ് ദ സ്കിൻ ഒരു വിഷയമാകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നു, അല്ലാത്ത സ്ഥലത്ത് കിട്ടുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയാൽ കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ കണ്ടൻറ്റാണ് അതിൽ വരുന്നത്. നിങ്ങളൊരു പാട്ടുകാരനാണെങ്കിൽ സിനിമാ പാട്ട് പുറകിലാണല്ലോ, യേശുദാസിനെ അല്ലല്ലോ കാണിക്കുന്നു, പ്രേം നസീറിനെ കാണിക്കുന്നു, പാടുന്നത് യേശുദാസാണ്. യേശുദാസിൻ്റെ കളർ ഒരു വിഷയമല്ലാതെ വരുന്നു. യേശുദാസ് പൊതുവേ അല്പം കറുത്ത മനുഷ്യനാണ്. അതെ he became hit because of his voice. അതെ, ഇപ്പോൾ TJ പറഞ്ഞ ഈ അഭിനയത്തിൻ്റെ കാര്യം, TV-യുടെ കാര്യമൊക്കെ ഓക്കെ. പക്ഷേ ഇതല്ല, ഈ കറുപ്പ് ഇത് മോശപ്പെട്ട നിറമാണ്, അതുകൊണ്ട് കറുത്തവരാകാൻ മോശമാണ് എന്നുള്ള ഒരു ട്രെൻഡ് ഇല്ലേ? ഈ അങ്ങനെ ഒരു ട്രെൻഡൊന്നുമില്ല. ഞാൻ പറയുന്നത്, ആരാണ് ഈ സത്യഭാമ? നിങ്ങൾ അനാവശ്യമായ ഒരു വലിപ്പം ആ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നു അവരുടെ ഒരു കമൻറ്റിന്. ഓക്കെ, അവരൊരു കമൻറ്റ് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ് വിടേണ്ട കാര്യം. തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു സത്യഭാമ ഉണ്ടായിരുന്നു, പത്മനാഭനാശാന്റെ ഭാര്യയായിരുന്നു. അത് പത്മശ്രീയൊക്കെ കിട്ടിയ ശ്രീകുമാരൻ തമ്പി അത് എഴുതി, ആ സത്യഭാമയല്ലേ ഈ സത്യഭാമ, വെറുതെ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട്. ആ ഗോപിയല്ലേ ഈ ഗോപി അല്ല, മറ്റൊന്നും സംഭവിച്ചു. ഇന്നലെ വിക്കിപീഡിയയിൽ ആ ഒറിജിനൽ സത്യഭാമയുടെ വിക്കിയിലെ ഡീറ്റെയിൽസ് ഉണ്ടോ, അതാരോ എഡിറ്റ് ചെയ്തിട്ട് ഇവർ വൃത്തിയിട്ടവരാണ്, ഇവർ ജാതി വിഷയം നടന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അതാരോ എഡിറ്റ് ചെയ്തു. അകച്ചി വിക്കിപീഡിയ ആർക്ക് എന്ത് തെമ്മെടുത്തിട്ട് എഴുതി വയ്ക്കാനുള്ള സ്ഥലമാണല്ലോ. അതുപോലെ ഞാൻ പറയുന്നത്, ഈ ആവശ്യത്തിൽ കവിഞ്ഞൊരു ഇമ്പോർട്ടൻസ് ഈ സത്യഭാമയ്ക്കും കൊടുക്കരുതായിരുന്നു. ഷീ മേ ബി ആൻ ആർട്ടിസ്റ്റ്, ബട്ട് ദെൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു അഭിപ്രായം അത് വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. അതിൽ ഇത്ര വലിയ കോലാഹലം നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ മുറിപ്പെടാൻ കാത്തിരിക്കുന്ന വികാരവുമായിട്ട് നടക്കരുത്. തൊട്ടാൽ എനിക്ക് ഞാൻ കറുത്തവനെന്ന് വിളിച്ചു, ശരി വിളിച്ചു കൂടാ കഴിഞ്ഞു. ഇതൊക്കെയാണോ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ? അല്ല, പ്രശ്നങ്ങളുണ്ട്, കലാരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
ഈ അവസരങ്ങൾ കുറഞ്ഞു ഇപ്പോൾ. ഈ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പബ്ലിക് പെർഫോമൻസിൻ്റെ എണ്ണം കുറഞ്ഞു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് ആളില്ലാതെ പോയി. ഇപ്പോൾ നമ്മുടെ അമ്പലപ്പറമ്പുകൾ നോക്കിയാൽ മതി. ആദ്യം കഥാപ്രസംഗമായിരുന്നു, മരിച്ചുപോയി കഥാപ്രസംഗം. ഇപ്പം ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാമല്ലോ. കൊല്ലമാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം. കൊല്ലം ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ ബാലെ വന്നു. ഇപ്പം എവിടെയാണ് ബാലെ? ബാലയില്ല, ബാലെ പോയി. പിന്നെ ഗാനമേളയുടെ സമയമായി. ഗാനമേള ഇപ്പം ഇല്ല. ഗാനമേള ഉണ്ടെങ്കിൽ അടിയുടെ പെരുന്നാളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സമയം മാറുന്നതനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് കലാരൂപങ്ങളുടെ പ്രാധാന്യം കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. ഈ പ്രാധാന്യം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെർഫോമൻസിൻ്റെ ലെവലിലെത്തുന്നവർ നിരാശരായി പോകും. അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ചാൻസ് കിട്ടാതെ, ഇത് കാണാൻ ആളില്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ കേൾക്കാൻ ആളില്ലെങ്കിൽ ഞാൻ എത്ര നല്ല പാട്ടുകാരനാണ്, കേൾക്കാൻ ആളില്ല, എന്ത് ചെയ്യും? അല്ല, നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം, വെളുത്ത നിറമുള്ള ആളുകൾക്ക് കിട്ടുന്ന പരിഗണന സ്വാഭാവികമാണ് എന്നാണോ ടി ജി പറയുന്നത്? അത് ചില രംഗങ്ങളിൽ സ്വാഭാവികമാണ്. ഞാൻ ഈ പറഞ്ഞ സിനിമ, ടി വി ഇതുപോലെയുള്ള രംഗങ്ങളിൽ സ്വാഭാവികമാണത്. ബിക്കോസ് യു നീഡ് ലെസ് മേക്കപ്പ്, ലെസ് ലൈറ്റ്, ലെസ് കറക്ഷൻ ഓഫ് ക്യാമറ. There are lot of technical advantages. കാരണം സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ വെളുത്ത നിറമുള്ളത് സവർണ ജാതികളിൽപ്പെട്ട, മുന്നാക്ക ജാതികളിൽപ്പെട്ടവരാണ്. അല്ല, അതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. നിങ്ങൾ വെറുതെ ഈ മുന്നോക്ക ജാതികളിൽ എത്ര കറുത്തവരുണ്ട്? ഭൂരിപക്ഷവും വെളുത്തവരാണ്. ആരാ? മുന്നാക്ക ജാതികളിൽ ഭൂരിപക്ഷവും വെളുത്തവരാണ്. അല്ലാന്ന്, ഇഷ്ടം പോലെ കറുത്തവരുണ്ട്, ഇഷ്ടം പോലെ കറുത്തവരുണ്ട്. ഞാൻ ഈ പറയുന്ന സോ കോൾഡ് മുന്നോക്ക ജാതിയിൽപ്പെട്ടവനാണ്. എന്നേക്കാൾ കറുത്ത ഒരാളിനെ സുനിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവാം എവിടെയെങ്കിലും. കോൾ ബ്ലാക്കാണ്. ഇതൊക്കെ വെറുതെ, ഇതാണ് പ്രധാനപ്പെട്ടൊരു അന്ധവിശ്വാസം. കറുത്ത നമ്പൂതിരിമാർ എത്ര ഉണ്ടെന്ന് വിചാരം. പക്ഷേ ഒരു കലാഭവൻ മണി വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം ആരും വന്നിട്ടുമില്ല ഒരു കറുത്ത നടനുണ്ടാവാൻ, കറുത്ത നായകനുണ്ടാവാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് വെളുത്തവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ പ്രോബ്ലം, കറുപ്പിന് കിട്ടുന്ന വെളുപ്പിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജിൻ്റെ പേരിൽ കുറേ ആളുകൾ മാറ്റി നിർത്തപ്പെടില്ലേ? മാറ്റി നിർത്തപ്പെടും. അതൊരു അനീതിയല്ലേ? അനീതിയൊക്കെയാണ്. ബട്ട് യു സി, ഇവർ ഈ വെളുപ്പിൻ്റെ പേരിൽ മാത്രമല്ല ഇവർക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്, ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജും കൂടെയുണ്ട്. അതെ, അധികം ബുദ്ധിമുട്ടാതെ ഇവരുടെ വേഷം റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രമാവും സിനിമയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. അങ്ങനെ ആവുമൊന്നുമില്ല. മറ്റേ വിഭാഗത്തിന് തന്നെ അങ്ങനെയാണല്ലോ. ഞാൻ ഈ പറഞ്ഞ പൊക്കത്തിൻ്റെ അഡ്വാൻറ്റേജ് പോലെയാണ് ഈ വെളുപ്പിൻ്റെ അഡ്വാൻറ്റേജ്. അതെ, അതിങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ, വെളുത്ത തൊലിനിറമുള്ള ആളുകളുടെ കയ്യിൽ മാത്രം. ഈ സങ്കടം നിങ്ങൾക്ക് വോളിബോളിൻ്റെയോ ഫുട്ബോളിൻ്റെയോ ഓട്ട മത്സരത്തിൻ്റെയോ ഒന്നും കാര്യത്തിൽ തോന്നുന്നില്ലല്ലോ. അല്ല, ഇതൊരു വലിയ ബീഡിയാണ്. ഓട്ട മത്സരം കാണുന്നതിനേക്കാളും ഫുട്ബോളിനേക്കാളും കോടിക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന, വരുമാനമുണ്ടാക്കുന്ന മേഖലയാണ്. ഇതോ ഫുട്ബോളിൽ പൊക്കം കുറഞ്ഞവർ എത്ര പേരുണ്ട്? പൊക്കം കുറഞ്ഞവരെ ഫുട്ബോളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അന്യായമല്ലേ? വോളിബോളിൽ നിന്ന് അവർ പിന്തള്ളപ്പെട്ടു പോകുന്നില്ല? തള്ളപ്പെട്ടു പോകുന്നു. കാരണം ഞാൻ അടിച്ചു കഴിഞ്ഞാൽ പന്ത് അവിടെ എത്തില്ല, എനിക്ക് പൊക്കം കുറവാണ്. എന്ത് ചെയ്യും? ഈ വെളുത്ത നിറമുള്ള ആളുകൾ അഭിനയിക്കുകയും കറുത്ത നിറമുള്ള ആളുകൾ സിനിമ കാണുകയും ചെയ്താൽ മതിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് നാച്ചുറൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു സാധനമുണ്ട്. അല്ല, ടി ജി അല്ല പറയേണ്ടത്, ഇൻഡസ്ട്രി ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലെ, ഇൻഡസ്ട്രി ഇതൊന്നും പ്രഖ്യാപിക്കാനും പറയാനും അവരങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ ഒരു സിനിമ, സുനിൽ കാശ് മുടക്കി ഒരു സിനിമ പിടിക്കുന്നു. സുനിൽ മോഹൻലാലിനെ വിളിക്കുമോ അതോ മോഹൻദാസിനെ വിളിക്കുമോ? 10 പൈസ വിൽക്കുമോ എന്നെ വെച്ച് സിനിമ പിടിച്ചാൽ? യു വിൽ കോൾ മോഹൻദാസ്. അതാണ് നാച്ചുറൽ അഡ്വാൻറ്റേജ്. അതിന് ഞാൻ കിടന്ന് അയ്യോ എന്നെ വിളിച്ചില്ല, എന്നെ മാറ്റി നിർത്തി, എന്നെ അകറ്റി നിർത്തി, ഞാൻ കറുത്തവനായി, ഞാൻ പൊക്കം കുറഞ്ഞവനായി അത് എന്ത് ചെയ്യാൻ പറ്റും? സുനിലിൻ്റെ കുറ്റമല്ലേ എൻ്റെ പൊക്കം കുറഞ്ഞ് ഞാൻ കറുത്തു പോയത്? സുനിലിൻ്റെ കുറ്റമാണ്. അപ്പോൾ വെളുപ്പ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജാണ്. ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്ന് അവർക്ക്. അത് മുതലാക്കുന്നുമുണ്ട്. അത് അവർ മുതലാക്കുന്നുമുണ്ട്. അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഞാൻ പറയാം, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയറിൽ ആശാരിപ്പണി വരെ പഠിക്കണം. ആശാരി, കൊല്ലൻ, ഇതൊക്കെ വർക്ക്ഷോപ്പുണ്ട് അതിന്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഇത് കൊട്ടുപടി അടിക്കുമ്പോൾ ആദ്യം വിരലിട്ട് കൊള്ളും. 4 തവണ അടിക്കുമ്പോഴാണ് ഉളിയിൽ കൊള്ളുന്നത്. പിന്നെ ഉളി പൊക്കാൻ പറ്റും. കക്ഷി
കൊട്ടുപടി പോലും ഇല്ലാതെ കൈകൊണ്ട് ഇത് റെഡിയാക്കി 1 മണിക്കൂറാണ് ഈ ഒരു സാധനം റെഡിയാക്കാൻ. 2 തടി ജോയിൻ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇതിന് 1 മണിക്കൂർ സമയം തരും. ഇയാൾക്ക് 20 മിനിറ്റ് മതി, കാണാൻ പെർഫെക്റ്റ് ജോയിൻ്റ് ആയിരിക്കും. നമ്മൾ ഈ 1 മണിക്കൂറിനുള്ളിൽ സാറ് ഇൻസ്പെക്ഷൻ വരും. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും തല്ലി കൂട്ടി അല്പം വളഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കും സാധനം. അപ്പോൾ അതൊരു ട്രെയിനിങ് ആണ്. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, താനിങ്ങനെ ഈ 15 മിനിറ്റ് കൊട്ടുപൊടി ഉപയോഗിക്കുന്നില്ല, വെറും കൈ കൊണ്ടാണ് അടിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആശാരിമാരിങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൈ കൊണ്ട് കൊട്ടുപൊടിയുടെ ഫോഴ്സ് വേണ്ട ഇതിന്, ആ തടിയുടെ പരുവം കൊണ്ട് അവർക്കറിയാം, വെറുതെ കൈ കൊണ്ട് അടിച്ചാൽ. അപ്പോൾ ഇയാളുടെ അച്ഛൻ ആശാരിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ചെറുപ്പം മുതലേ അച്ഛൻ പണിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലയിടത്തൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞാണല്ലോ എഞ്ചിനീയറിങ്ങിന് വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്, പണിഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ അഡ്വാൻറ്റേജ് അയാൾക്ക് എപ്പോഴും 20 മാർക്കാണ് ഇതിന്. അയാൾക്ക് എപ്പോഴും 20ൽ 20 കിട്ടും. എനിക്ക് 13, 12, അതും ദയൊക്കെ വേദന തോന്നി. എന്തെന്നാണ് ഇത് ഏണയഹോണെന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ സാർ കുറച്ച് സമയം കൂടെ തന്നാൽ ഞാൻ ശരിയാക്കി. ഇതിക്കുള്ള 1 മണിക്കൂർ തന്നു 2 തടി യോജിപ്പിക്കാൻ. ഇനി ഇതിക്കുള്ള സമയം എന്നാൽ പിന്നെ ആണി വെച്ച് തറച്ചാൽ മതിയല്ലോ. 2 തടി യോജിപ്പിക്കാന്ന് ഡൗട്ട് ടൈൽ ജോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് അതിന് ആർക്കിടെക്റ്റിൽ മറ്റേ എഞ്ചിനീയറിംഗിൽ പേരുണ്ട് ഓരോ ജോയിൻറ്റിനും. പല ജോയിൻറ്റ് നമ്മൾ ചില ജോയിൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഊരാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ജോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വലിയ പ്രയാസമാണ്. പക്ഷേ മറ്റേ ആൾ അനായാസമായിട്ട് ചെയ്യുന്നു. കാരണം അയാളുടെ കുലത്തൊഴിലായിരുന്നു. ആ അഡ്വാൻറ്റേജ് അയാൾക്ക് എഞ്ചിനീയറിങ്ങിൽ കിട്ടി. എനിക്കത് കിട്ടിയില്ല, കാരണം എൻ്റെ അച്ഛൻ ആശാരി ആയിരുന്നില്ല. അതിന് ഞാൻ അസൂയപ്പെടും. അയാൾക്ക് എപ്പോഴും 20 മാർക്ക് കിട്ടും, എനിക്ക് കിട്ടില്ല. ഞാൻ മാത്രമല്ല, വേറെ പലരും ആശാരിമാരുടെ അല്ലാത്ത മക്കളാണ് കൂടുതലും. ഞങ്ങളൊക്കെ ഇത് കഷ്ടപ്പാട് സഹിക്കുമ്പോൾ ഇയാൾ മാത്രം റോയലായിട്ട് ആയിപ്പോൾ. ഇതൊക്കെ സ്വാഭാവികമായ അഡ്വാൻറ്റേജാണ്. ഏതായാലും ഈ സത്യഭാമ പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ടൊരു ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. സത്യഭാമയുടെ കമൻറ്റ് വെച്ചല്ല ഞാൻ ഇത്രയും സംസാരിച്ചത്. വാസ്തവത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അവരെ ഈ കോൺട്രവേഴ്സി വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അത് എൻ്റെ കുറ്റമായിരിക്കാം. അവർ വലിയ കലാകാരികൾ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലെ ഇൻ്റർവ്യൂവിന് ഇടയ്ക്കെന്നുള്ളൊരു വരി അടർത്തിയെടുത്തുണ്ടാക്കിയ വിവാദമാണ്. അങ്ങനെ കൂടിയുണ്ട്. എന്തുമായിക്കോട്ടെ, ആ കമൻറ്റ് വലിയൊരു കാര്യമല്ല. ബട്ട് ഈ ഒരു സത്യം, ഈ നാച്ചുറൽ അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് യുവർ കളർ ഓഫ് യുവർ സ്കിൻ, യുവർ ഹൈറ്റ്, യുവർ ബോഡി വെയ്റ്റ്, യുവർ ഷേപ്പ്, എവറിത്തിങ് കൗണ്ട്സ്. വെൻ യു ഗോ ടു സ്പോർട്സിൽ പോകുമ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ്, ആർട്സിൽ വരുമ്പോൾ അവിടെ ഒരു അഡ്വാൻറ്റേജ്. ഇത് എത്ര രാമകൃഷ്ണന്മാർ ഉറക്കെ പറഞ്ഞാലും ഇങ്ങനെ തന്നെ ഇത് പോവുള്ളൂ. കാരണം മനുഷ്യൻ്റെ നേച്ചർ അതാണ്. നീളം കൂടിയ ആളിന് പൊക്കത്തിലുള്ള സാധനം എടുക്കാൻ പറ്റും, നീളം കുറഞ്ഞ ആളിന് ഒരു സ്റ്റൂള് വെച്ച് എടുക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ദിസ് ഈസ് നാച്ചുറൽ അഡ്വാൻറ്റേജ്. ഞാനിപ്പോഴും ട്രെയിനിൽ, ഫ്ലൈറ്റിലൊക്കെ ആ കുന്തത്തിലേക്ക് എൻ്റെ ബാഗ് വയ്ക്കാൻ എനിക്ക് കയ്യെത്തില്ല. ഞാൻ അടുത്ത ആളിനോ ഒന്ന് വെച്ചു തരാം, ആ സന്തോഷത്തോടെ അയാൾ വെച്ച് തരും. കാരണം അയാളുടെ ഹൈറ്റ് അത്രയും തന്നെയുണ്ട്. ഈ കാരേജിൻ്റെ അവിടം വരെ അയാളുടെ ഹൈറ്റ് വരുന്നുണ്ട്. അയാൾക്ക് പുഷ്പം പോലെ എടുത്ത് വയ്ക്കാം, എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പരസഹായമാണ്. അപ്പോൾ നിറവും ഒരു വിവേചനത്തിൻ്റെ മാനദണ്ഡം തന്നെയാണ്. വിവേചനമൊന്നുമല്ല, അത് ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ആണ്. അല്ല, അതെന്തായാലും വിവേചനമാണല്ലോ. കറുത്ത നടനും ഞാൻ പറയട്ടെ, കറുത്ത ആൾക്കാർ രജനീകാന്ത് ഹൗ സക്സസ്ഫുൾ ഇൻ തമിഴ്. ഞാൻ തന്നെ പറഞ്ഞ തിയറി എവിടെ പോയി? ഇറ്റ്സ് ഓൾ ഈ ആളുകളുടെ മനസ്സിലുള്ള ടേസ്റ്റ് അതനുസരിച്ചാണ്. അല്ലാതെ അത് വിവേചനമൊന്നുമല്ല. മറ്റേ ആൾക്ക് കിട്ടുന്ന നാച്ചുറൽ അഡ്വാൻറ്റേജാണ്. നിങ്ങളോടുള്ള വിവേചനമോ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല, അഭിരുചി അതാണ്. എൻ്റെ ടി ജി ഈ ചർച്ച ടി ജി ഒന്ന് അവസാനിപ്പിച്ചതാണ്. എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കും? നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. സമൂഹം ഒരു പൊതുസമൂഹം ചിന്തിക്കുന്ന ഒരു പോക്കൊക്കെ ഉണ്ട്. അതിൽ അല്പസ്വല്പം തെറ്റും ശരിയും ഉണ്ടാവാം. ആ തെറ്റും ശരിയും തീരുമാനിക്കാൻ നമ്മളാര് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. അതെപ്പോഴും നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇത്ര വലിയ ആൾക്കാരാണോ ഇതൊക്കെ? ഇപ്പോൾ സത്യഭാമ വലിയ ആളാണെന്ന് പറയുക, അല്ലെങ്കിൽ വേറൊരാൾ കമൻ്റ് അടിച്ചു അയാൾ പറയും ഇത് മോശമായി എന്ന് മൂന്നാമതൊരാൾ പറയുക. അങ്ങനെയൊന്നുമല്ല. നമ്മൾ കോടിക്കണക്കിന് ആൾക്കാരടങ്ങുന്നൊരു സമൂഹമാണ്. അതിൻ്റെ ഒരു പൊതു അഭിരുചിയുണ്ട്. ആ അഭിരുചിക്കനുസരിച്ച് ഈ കാര്യങ്ങൾ പോവുള്ളൂ. ഏതായാലും കറുപ്പും വെളുപ്പും പ്രേക്ഷകർ വിട്ടുകൊടുക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.